ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞങ്ങൾ ഷിരിഡി നാസിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷിരിഡിയിലേക്ക് വന്നിരിക്കുകയാണ്. കേട്ടിട്ടുണ്ടാവും എല്ലാവരും എന്ന് വിചാരിക്കുന്നു. സായിബാബയുടെ സ്ഥലമാണ് ഷിരിഡി. അപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ. ഞങ്ങളിവിടെ ഷിരിഡിയിൽ വന്നിട്ട് റൂം എടുത്തിരിക്കുകയാണ്. ഞങ്ങളൊരു 10-11 പേര് ഒന്നിച്ചാണ് വന്നത്, അമ്മമാരൊക്കെ ആയിട്ട്. അങ്ങനെ അപ്പോൾ ഇവിടെ വന്നിട്ട് 3-4 റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റൂമിൻ്റെ റൂം ടൂർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം അത്യാവശ്യം നല്ല റൂമാണ്, നല്ല സൗകര്യമുണ്ട്, നല്ല ഹൈജീനും ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് എൻട്രി ഡോറാണ്. പിന്നെ ഇവിടെ നമുക്ക് 2 വാഷ്റൂംസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വാഷ് ബേസിൻ. പിന്നെ ഇതാണ് റൂം. ഇവിടെ നമുക്കൊരു ടേബിൾ സ്പേസ് ഉണ്ട് സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വലിയ 3 കട്ടിലുണ്ട്. 4-5 പേർക്കൊക്കെ ആരാംസെ നല്ല സുഖമായിട്ട് കിടക്കാമല്ലേ. പിന്നെ ഇവിടെ സായിബാബയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്കൊരു ബാൽക്കണി ഏരിയ പോലെ ഉണ്ട്. പക്ഷേ ഇവിടെ ഫുള്ളിങ്ങനെ ഗ്രിൽഡാണ്. ഞാനിപ്പോൾ അത് ഷൂട്ട് ചെയ്യണത് രാവിലെ 5:30 മണിക്കാണ് കേട്ടോ. അത് കാരണമാണ് ഇങ്ങനെ ഒരു ലൈറ്റിംഗ്. അപ്പോൾ ഇത് ഫുള്ള് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഓരോ വിങ്സാണ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് വാതിലടയ്ക്കാം, കാരണം കൊതു കയറി. പിന്നെ ഇവിടെ നമുക്ക് വലിയൊരു കണ്ണാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇതാണ് ഇടുന്നത്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. ഞങ്ങൾ വണ്ടി കയറിയത് ഫ്രൈഡേ നൈറ്റിന് വണ്ടി കയറി. ഒരുപാട് തണുപ്പാണ് നാസിക്. തണുപ്പ് സഹിക്കാൻ പറ്റണില്ല, ഇത്രയും പ്രതീക്ഷിച്ചില്ല. മുംബൈ സൈഡിൽ ഇത്ര തന്നെ തണുപ്പില്ല, പക്ഷേ നാസിക്കിലേക്ക് എൻട്രി ആയപ്പോൾ നല്ല തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഞങ്ങൾ സ്വെറ്ററും പുതപ്പും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 11 പേര് എത്തിയിട്ടില്ല, ഞങ്ങൾ 5 പേരാണ് എത്തിയത്. അത് കാരണം ഈ റൂം ഇപ്പോൾ അങ്ങനെ എംപ്റ്റി ആയിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ ശനി ശിംഗപ്പൂർ പറഞ്ഞിട്ടൊരു അമ്പലം കൂടി ഉണ്ട്. അത് ശനീശ്വരൻ്റെ അമ്പലമാണ്. അപ്പോൾ സാറ്റർഡേ അവിടെ അവരുടെ ഭഗവാന്റെ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ശിംഗപ്പൂരിലേക്കാണ് പോകുന്നത്. പിന്നെ നാളെ സായിബാബയെ കാണാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ലോക്കൽ ഷോപ്പിംഗ്, പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഡിവോഷണൽ തീം പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്ലാൻസ് ഉണ്ട്, പക്ഷേ എത്ര വർക്കാവുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ജോയിൻ ചെയ്യൂ, എൻ്റെ ട്രിപ്പിൽ ജോയിൻ ചെയ്യുക, എൻ്റെ വിശേഷങ്ങൾ അറിയാനും പിന്നെ ഞങ്ങളുടെ ട്രിപ്പിനെ കുറിച്ച് അറിയാനും. ഞാനും മമ്മിയും ഉണ്ട് കേട്ടോ, പിന്നെ മമ്മിയുടെ ഫ്രണ്ട്സാണുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടൽ. ട്രസ്റ്റിൻ്റെ ആയത് കാരണം നല്ല റീസണബിൾ റേറ്റ്സ് ആയിരുന്നു. 250 പെർ ഡേ പെർ റൂമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ട്രസ്റ്റിൻ്റെ റൂംസ് ഉണ്ട് അവിടെ. ചായ കുടിച്ചതിന് ഒരു കണക്കൊന്നുമില്ല. അന്ന് അത്രയും തണുപ്പായത് കാരണം കുറേ ചായ കുടിച്ചു. ഒരു 5-6 ചായ ഒരു ദിവസത്തിൽ തന്നെ ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്. ചായ അത് 2 റുപ്പീസൊക്കെയാണ് ഉള്ളൂ അവിടെ ചായ ഒരു ഗ്ലാസ്. എന്നിട്ട് ഞങ്ങൾ ശിംഗപ്പൂരിലേക്ക് യാത്ര തുടങ്ങി. ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2.5 hours ഡിസ്റ്റൻസ് ഉണ്ട്. ഇടയിൽ നമുക്ക് അവരൊരു ബ്രേക്ക് തരും. അപ്പോൾ അവിടെ ബ്രേക്കിൽ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ്. അവിടെ ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കാളേനെ കൊണ്ട് ഇങ്ങനെ വട്ടം തിരിച്ചിട്ടാണ്. പിന്നെ ഊഞ്ഞാൽ കണ്ടപ്പോൾ പിന്നെ എൻ്റെ കൺട്രോൾ പോയി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. ഇവിടെ പറഞ്ഞു കേട്ട കഥ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഏതോ ഗ്രാമത്തിൽ വാതിലും ലോക്കും അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടുത്തെ ഭഗവാനാണ് അവിടുത്തെ രക്ഷകൻ. അവിടെ ഒരു മോഷണമോ കള്ളത്തരോ ഒന്നും സംഭവിക്കില്ല എന്നാണ് കഥ. അപ്പോൾ ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സാറ്റർഡേ ആയത് കാരണം അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ സാറ്റർഡേയിലത്തെ പ്ലാൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇനി നെക്സ്റ്റ് വ്ളോഗ്. ഓക്കെ, ബൈ.